ഹായ് നമസ്കാരം ഫാസിലാണ്. ഇപ്പൊ പലരും കൂടുതലായിട്ട് എന്നോട് കമന്റിലൂടെ അതേപോലെ വാട്സാപ്പിലും ചോദിക്കുന്നതാണ് നമ്മളെ കുംകട്ട ഇസ്രായേൽ ഓറഞ്ചിനെ കുറിച്ചിട്ട്. അത് ഇപ്പൊ ഒരു ഹൈപ്പ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് പല നഴ്സറികളിലും. ഞാനാ ഹൈപ്പ് ആക്കിയതൊന്നും അറിയില്ല. അപ്പൊ ഈ ഓറഞ്ച് നല്ല ടേസ്റ്റ് ഉള്ളതാണോ, നമുക്ക് കഴിക്കാൻ പറ്റുമോ, നമുക്ക് വീട്ടിൽ നടാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചിട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു വലുപ്പം ഇതിന് വെക്കുള്ളൂ, നല്ല രീതിയിൽ കായ്ക്കും. അപ്പൊ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു മധുരമുള്ള ഒരു പുളിപ്പാണ് വരിക. നമുക്ക് തോല് ഒഴിവാക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോലടക്കം നമുക്ക് കടിച്ച് തിന്നാൻ പറ്റുന്നതാണ് കേട്ടോ. വലിയ പുളിപ്പൊന്നും വരില്ല ഉള്ളില്. അപ്പോൾ ഇതൊന്നും കൂടി പാകമാവാനുണ്ട്. പാകമായി കഴിഞ്ഞാൽ ഉള്ളിൽ ചെറിയൊരു മധുരപ്പും വരും. നമ്മൾ മറ്റു ഓറഞ്ച് തിന്നണ പോലെ നമുക്ക് വലിയ ടേസ്റ്റിലൊന്നും തിന്നാൻ പറ്റില്ല, പക്ഷെ നമ്മൾ സലാഡിലൊക്കെ ഇടാം. ഇതേപോലെയൊക്കെ നമുക്ക് ഇടയ്ക്ക് പറിച്ച് തിന്നാം. നമ്മൾ സ്വീറ്റ് അമ്പയൊക്കെ നമ്മൾ പറിച്ചിരുന്നല്ലോ, അതേപോലെയൊക്കെ തന്നെ ചെറിയൊരു പുളിപ്പ്, അതേപോലെ ഒരു മധുരം, നമുക്ക് തോലടക്കം നമുക്ക് കടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്രൂട്ട് പ്ലാന്റ് മാത്രമായിട്ടല്ല നമുക്ക് നട്ടു വളർത്താൻ പറ്റും. ഇപ്പോൾ വീട്ടിലൊക്കെ അലങ്കാര ചെടികളൊക്കെ വെക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടുമുറ്റത്തൊക്കെ ചട്ടിയിലായാലും നല്ല ബുഷായിട്ട് നല്ല രീതിയിൽ തന്നെ കായ്ച്ചു കൊടുക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് വാങ്ങി വെക്കാം. അല്ലാതെ നമ്മൾ സാധാ ഒരു ഓറഞ്ചിന്റെ ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഒന്നും ഈ ഒരു ഫ്രൂട്ടിന് ഇല്ല കേട്ടോ. നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നമുക്ക് കട്ട് ചെയ്തിടാനും പറ്റുന്നതാണ് കേട്ടോ.